അമ്മ അമ്മ ആരുമില്ല ഇവിടെ. ഇതാരത്? എന്താടേ അവിടെ നിന്നെ എല്ലാം കൂടി പറഞ്ഞയച്ചാ? അതാ നീ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നാ? ബാഗൊന്നും കാണുന്നില്ലല്ലോ. ഒന്ന് പോയേട്ടാ. അടി ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നൊന്നുമല്ല. നിങ്ങളെ കാണാൻ തോന്നിയപ്പം ഞാൻ വന്നതാ. ഞങ്ങളെ കാണാനോ? നീയാ? കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ? 25 കൊല്ലം ഇവിടെ തന്നെ അല്ലായിരുന്നോ? അല്ല, അന്നേ വരെ ഇല്ലാത്ത സ്നേഹം എന്താ പെട്ടെന്ന് നിനക്ക്? അല്ല, കല്യാണത്തിന് മുമ്പ് എന്തേലും പറഞ്ഞേ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയാൽ മതിന്നല്ലേ? അല്ല, നിനക്ക് എന്ത് പറ്റി? അങ്ങനെ ഞാൻ പറഞ്ഞോ? എനിക്ക് ഓർമ്മയില്ലല്ലോ. നീ അങ്ങനെ തന്നെയാ പറഞ്ഞ നിനക്ക് ഓർമ്മയില്ലെങ്കിലും കേട്ട എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടാ. അല്ല, അപ്പൊ എന്താ ഈ വരവന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എന്തായിട്ട് അങ്ങനെ? അല്ല, അമ്മ എവിടെ? അമ്മ നീതുവിനെ കാണാൻ വേണ്ടി പോയിരിക്കുക. നീതു വന്നാ? അവള് ഗൾഫിലായിരുന്നില്ലേ? അവളെന്തോ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ടേ. അല്ല, നിങ്ങൾ ഭയങ്കര ചങ്ക് ഫ്രണ്ട്സ് ആണല്ലോ. എന്താ അവള് നാട്ടിൽ വന്നൊന്നും നീ അറിയില്ല? എൻ്റെ ഏട്ടാ, അതൊക്കെ കല്യാണത്തിന് മുമ്പാ. ഇപ്പൊ കല്യാണത്തിന് ശേഷമൊന്നും അവളങ്ങനെ വിളിക്കലൊന്നുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാ. കല്യാണത്തിന് മുമ്പ് ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും കല്യാണത്തിന് ശേഷം ഒറ്റ ആളും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആണുങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. കല്യാണത്തിന് മുമ്പും ശേഷമൊക്കെ ഒരേപോലെ തന്നെ. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എടാ, അതിന് ഞങ്ങൾ ആണുങ്ങളെ പോലെ കല്യാണത്തിന് ശേഷം മുൻപൊക്കെ ഒരേപോലെ ഇരുന്നൂടെ? ഇതെന്തിനപ്പോ കല്യാണം കഴിഞ്ഞു പോയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മാറാനൊക്കെ നിൽക്കണേ? ഇതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നേ ഉള്ളൂ. ഏട്ടനൊരു കല്യാണം കഴിഞ്ഞാൽ മനസ്സിലാവും. ഏട്ടൻ അവളുടെ അടുത്ത് അത് ചെയ്യേണ്ട മറ്റേ 100 റെസ്ട്രിക്ഷൻസ് ആയിരിക്കും വെക്കുക. അപ്പൊ ഞാൻ പറയേണ്ട അർത്ഥം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അല്ല, അതൊക്കെ പോട്ടെ. ഇതിപ്പോ ആരോടും വിളിച്ചു പറയണ്ടേ പെട്ടെന്നുള്ള വരത്തിന്റെ കാര്യം എന്താ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നാന്ന്. ഇതൊരു കഷ്ടം ദൈവമേ. ഇതെന്താടി മോളെ പെട്ടെന്ന്? അല്ല, മനുവിടെ? മനുവേട്ടനൊന്നും വന്നിട്ടില്ല. രാവിലെ എണീറ്റപ്പം നിങ്ങളെ രണ്ടാളെ എനിക്ക് കാണാൻ തോന്നി. ആ മനുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ ഓഫീസിൽ പോകുമ്പോഴത്തേക്കും എന്നോട് കൊണ്ടാക്കിയതാ. മനോട്ട് ഇനി വൈകിട്ട് വിളിക്കാൻ വരുമായിരിക്കും. എന്നാൽ പിന്നെ ഇറങ്ങുമ്പോഴെങ്കിലും ഒന്ന് വിളിക്കായിരുന്നു. എന്നാൽ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഞാൻ ഇവനോട് വാങ്ങിപ്പിച്ചിട്ടേ ഉണ്ടാക്കുമായിരുന്നു. ഇതിപ്പോ വന്നതായ പ്രശ്നം? ഏട്ടാണെങ്കിൽ കുറെ നേരമായിട്ട് നീ എന്തിനാ വന്നത്? എന്താ ഉദ്ദേശം? അവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണോ അടി ഉണ്ടാക്കിയതാണോ എന്നിട്ട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയാണെങ്കിൽ എന്തിനാ വന്ന ഒന്നും വിളിച്ച് പറഞ്ഞൂടെന്നാ? സത്യം പറഞ്ഞാൽ ഞാൻ വന്നത് നിങ്ങൾക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതാണെങ്കിൽ ഒന്ന് പറ. എടാ, നീ എന്തിനാ അവളിങ്ങനെ ഓരോന്നും പറയാൻ നിൽക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്നല്ലേ കുട്ടി? രണ്ടിനും പ്രായമായി, എന്നിട്ട് ഈ കുട്ടിക്കളി മാറിയിട്ടില്ല അല്ലേ? അത് ശരി, ഇത് ഞാനായിട്ട് ചോദിച്ചാലമ്മേ. ഇവള് കല്യാണത്തിന് മുമ്പ് എന്താ പറഞ്ഞ അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ നരകത്തിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി, കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടേ വരില്ല പറഞ്ഞല്ലേ. ഇപ്പൊ കല്യാണം കഴിച്ച് 10 ദിവസമായുള്ളൂ, അപ്പോഴേക്കും കുറ്റിയും പറിച്ച് വന്നതാ. അതുകൊണ്ട് ചോദിച്ചതാ. നോക്കമ്മ, എന്റെ പിള്ളേരെ ഒന്ന് നിർത്ത്. എടാ, നീ പോയിട്ട് കുറച്ച് ചിക്കനോ മീനോ ഉണ്ടെങ്കിൽ വാങ്ങിട്ട് വാ. രാവിലെ എണിച്ച് ഞാൻ പച്ചക്കറിയിൽ ഉണ്ടാക്കിയത് ഈ പെണ്ണ് വരുന്ന നമുക്ക് അറിയുന്നുണ്ടാ? അവൾക്കാണെങ്കിൽ പച്ചക്കറി പറഞ്ഞ സാധനം പിടിക്കില്ല. ഒന്ന് പോയിട്ട് വാങ്ങിട്ട് വാ മോനെ. പിന്നെ എനിക്ക് അതല്ലേ പണി അമ്മ. ആ കൂടി ആഴ്ചയിൽ 1 ദിവസം ലീവ് കിട്ടുള്ളൂ. പിള്ളേരൊക്കെ ഗ്രൗണ്ടിലെത്തി, ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവാ. അല്ല മോളെ, നീ ഇവിടുത്തെ ഗസ്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പൊ ഇവിടെ എന്താ ഉള്ളത് അത് കൂട്ടി കഴിച്ചാൽ മതി കേട്ടോ. അമ്മ എൻ്റെ അടുത്ത് ഈ ചിക്കനും മീനൊക്കെ വാങ്ങിക്കാൻ പറയണത് ഇവൻ്റെ അടുത്താ. ഇവന് ക്രിക്കറ്റ് പറഞ്ഞാൽ അത്രയും ജീവനല്ലേ. അതും കളഞ്ഞിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് വരും തോന്നുന്നുണ്ടോ? തൽക്കാലം പച്ചക്കറി ഇല്ലേ, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്താടാ മോനെ, അവൾ ആദ്യമായിട്ട് വന്നിട്ട് ഒന്ന് പോയി വാങ്ങിത്താ, എന്നിട്ട് കളിക്കാൻ വെക്കോ? നോക്കട്ടെ, ഉറപ്പൊന്നും പറയാനില്ല. കളി നേരത്തെ കഴിഞ്ഞാൽ മേടിച്ചു തരും, അത്ര തന്നെ. അല്ലെങ്കിൽ ഉള്ളത് കൂട്ടി കഴിക്കട്ടാ. പോയി 2 6 അടിച്ചിട്ടാ. ശരി അമ്മേ. വല്ലാത്തൊരു ഏട്ടൻ തന്നെ. അമ്മ, ഏട്ടൻ പറഞ്ഞു നീ ഇത് നാട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അവൾക്കിപ്പോൾ എത്ര മാസമായി? അങ്ങനെ മാസമൊന്നും ആയിട്ടില്ല, ഇപ്പം തുടക്കമാണ് അത്രേ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഭർത്താവ് അവിടെ നിന്ന് കൊണ്ടുവിട്ടതാ. ഇനിയിപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടിക്കൊരു 3-4 മാസമൊക്കെ ആകുമ്പോഴേ അവൾ തിരിച്ചു പോകുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രസവം ഉണ്ടെങ്കിൽ ഭർത്താവ് സ്വന്തം വീട്ടിൽ കൊണ്ട് തള്ളല്ലേ? ഇതല്ലേ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വന്നിട്ട് എന്ത് കാര്യം? എനിക്കെന്തായാലും പ്രസവം ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലേ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കും, ഇവിടെ എന്തായാലും വരില്ല. എന്താടി മോളെ നീ അങ്ങനെ പറഞ്ഞത്? ചെക്കൻ ഓരോന്നും പറഞ്ഞിട്ട് പോയി വന്നിട്ട് അവൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ.
നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിനക്ക് വല്ല പ്രസവോ കാര്യങ്ങളുണ്ടെങ്കിൽ അമ്മയിലുണ്ട്, വേറെ ആരാ നോക്കുക? എൻ്റെ മോക്ക് വേണ്ടതൊക്കെ ഈ അമ്മ ഉണ്ടാക്കി തരും കേട്ടാ. ഇത്ര സ്നേഹമാ. ഇവിടെ ഉണ്ടാകുമ്പോൾ അത് ചെയ്യും ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സൗകര്യവും തരാത്ത അമ്മയാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോയപ്പോ എന്തമ്മ എൻ്റെ മോളെ, ഞാൻ ഇവിടെ അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറയണതേ നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാ. ഇവിടെ നിന്ന് ഒരു പണിയും ചെയ്യാണ്ടിരുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ പോയാലേ നീ കഷ്ടപ്പെടുകയുള്ളൂ. ആ ഒരു ഇത് വരുത്തണ്ടാവണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മതി മതി. എന്തായാലും അമ്മനെ പോലെയല്ല എൻ്റെ അമ്മായിയമ്മേ, ആൾ അടിപൊളിയാ. എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കില്ല. എന്തെങ്കിലും എടുത്താൽ തന്നെ അവിടെ വെച്ച മോളെ ഞാൻ ചെയ്യാൻ പറയാം. പക്ഷെ അതും പറഞ്ഞിട്ട് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. ആ അമ്മയ്ക്ക് കാലിന് കുറച്ച് വയ്യ. എന്നാലും പണികളൊക്കെ ചെയ്യും. ഞാനും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ മക്കളെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിട്ട് ഇവിടെ നിന്നാല് പണി പറഞ്ഞാൽ ഇപ്പോൾ അമ്മ വില്ലത്തിയായില്ലേ? കൊള്ളാലോ. പിന്നെ മോളെ, അമ്മായിയമ്മനെ സ്വന്തം അമ്മയായിട്ട് കണ്ടാൽ മതി. അവിടെ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ആയിക്കോട്ടെ. അമ്മ കഴിക്കാൻ എന്താ ഉള്ളത്? ഭയങ്കര വിശപ്പ്. സമയം 10 മണിയായി പെണ്ണേ. ഇത്രയും നേരമായിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചില്ല? രാവിലത്തെയൊക്കെ കഴിച്ചു. പിന്നെ ഒരു 8 മണിയാകുമ്പോൾ 2 ദോശ കഴിച്ചു. പിന്നെ ഇവിടുത്തെ പോലെ തോന്നിയ സമയത്തൊന്നും അടുക്കളയിൽ കയറി എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. നല്ല വിശപ്പ്. എന്തെങ്കിലും എടുത്തോ അമ്മ. ഇവിടുത്തെ പോലെ കഴിച്ചില്ലെങ്കിലും കഴിക്കുമ്പോൾ ഒന്ന് മര്യാദയ്ക്ക് കഴിച്ചൂടെ? ഇവിടെ നീ എപ്പോഴും 2 ദോശ കഴിക്കല്? അതൊക്കെ 10 ദിവസത്തിൽ ശീലമായി അമ്മ. രാവിലെ എന്തെങ്കിലും കുറച്ചെടുത്ത് കഴിക്കും. അതുകൊണ്ട് ഉച്ചവരെ നിൽക്കാൻ പറ്റില്ലല്ലോ. 1 മണിയാകുമ്പോഴത്തേക്കും നല്ല വിശപ്പായിരിക്കും. പക്ഷെ അവർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? എല്ലാവരും കഴിക്കണവർ നോക്കിയിരിക്കും. അതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക തന്നെ. അപ്പോഴാണ് ഇവിടെയൊക്കെ മിസ് ചെയ്യുന്നത്. രാവിലെ ഇവിടെ വെള്ളയപ്പം സ്റ്റൂ ആയിരുന്നു. നീ പോയിട്ട് ഡ്രസ്സ് മാറ്റണമെങ്കിൽ മാറ്റിയിട്ട് വാ, ഞാൻ വേഗം ഉണ്ടാക്കി തരാം. അമ്മ, നമ്മുടെ നാരായണനെ കുറച്ച് ഡാം മീൻ കൊണ്ടുവന്നിട്ട് കവലി വെക്കുന്നുണ്ടായിരുന്നു. അത് 2 വാങ്ങിച്ചു. 2 ചിക്കനും ഉണ്ട്. ആ ഡാം മീനും കിട്ടിയാ? അല്ല അപ്പൊ നീ കളിക്കാൻ പോണെന്നല്ലേ പറഞ്ഞത്? പോയില്ലേ? അത് ഞാൻ ഓളെ മുന്നിൽ പറഞ്ഞല്ലേ. എല്ലാം അവള് വന്നിട്ട് ഞാൻ കളിക്കാൻ പോവാ. എന്നാ പിന്നെ നീ പോയിട്ട് ആ ചിക്കനൊക്കെ ഒന്ന് കഴുകിട്ടേ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കേ. അമ്മ ഇപ്പൊ വരാം. ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അമ്മ എങ്ങോട്ടാ പോകുന്നത്? ആ നമ്മുടെ സുദേവന്റെ പറമ്പിലെ കപ്പ കളിക്കുന്നുണ്ട് വത്സല പറഞ്ഞു. അപ്പൊ ഈ നാട്ടുകാർക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോകുള്ളൂന്നാ പറഞ്ഞത്. എന്തായാലും കുറച്ച് പോയി വാങ്ങിക്കട്ടെ. പെണ്ണിനാണെങ്കിൽ നല്ല ഇഷ്ടമാണേ. പുഴുങ്ങി കഴിഞ്ഞാൽ അവൾ നന്നായി കഴിക്കും. അമ്മ അത് പോയി വാങ്ങിച്ചിട്ട് വരാം. നീ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കട്ടാ. പിള്ളേക്കൂടെ പോയി. എന്താ മോളെ ഒരു കിടത്തൊക്കെ? അവിടെ മര്യാദക്ക് ഉറക്കമൊന്നുമില്ലേ? ആ ഉറക്കമൊക്കെ കണക്കാട്ടാ. രാവിലെ അമ്മായിമ്മ 5 മണിയാകുമ്പോഴേക്കും എണിക്കും. പിന്നെ എനിക്ക് 7-7:30 വരെ കിടക്കാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ 5:30 എണിക്കുന്നുണ്ടേ. പിന്നെ അവരൊക്കെ വൈകിട്ടാണ് കിടക്കുക. പിന്നെ എനിക്ക് നേരത്തെ പോയിട്ട് കിടക്കാനൊന്നും പറ്റില്ലല്ലോ. ഇവിടുന്ന് പോയതോടെ ഉറക്കമൊക്കെ കുറഞ്ഞു. 5:30-ക്കോ? എക്സാമിന്റെ സമയത്ത് ഒരു 7 മണിക്കല്ലേ എണിക്കുള്ളൂ. കല്യാണം കഴിഞ്ഞപ്പോൾ ആകെ മാറിയല്ലോ. അല്ല നീ ക്രിക്കറ്റ് ഉണ്ട് കൊണ്ട് പോയതല്ലേ? പിന്നെന്താ? ഇന്ന് കളിക്കാൻ ഒരു മൂടില്ല. പിന്നെ ഞാൻ കുറച്ച് ചിക്കനും മീനൊക്കെ മേടിച്ചിട്ടുണ്ട്. പോയി നേരെയാക്ക്. ഞാനാ? അമ്മയില്ലേ? അമ്മ നേരെയാക്കും. അമ്മ ആ സുധാകരന്റെ വീട്ടിൽ എന്താ കപ്പി എന്താ വാങ്ങാൻ പോയതാ? അല്ല നീ പോയി നേരെയാക്ക്. നീ അല്ലേ പറഞ്ഞ ഭർത്താവിന്റെ വീട്ടിൽ എല്ലാ പണിയും ചെയ്യുന്നു. സ്വന്തം വീട്ടിൽ വന്നപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? വല്ലാത്തൊരു പെണ്ണെന്നത്. അതല്ല ഏട്ടാ, ആ ക്ഷീണം കുറേ ആയില്ലേ ഇവിടെ ഒരു പണിയും ചെയ്യാണ്ട്. പെട്ടെന്ന് അവിടെയൊക്കെ പോയി ചെയ്തപ്പോഴേ എനിക്ക് മൊത്തത്തിൽ കൈയും കാലൊക്കെ കുഴയുന്ന പോലെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ നല്ല സുഖം. കിടന്നപ്പോഴേ നല്ല സ്വന്തം വീട്ടിലല്ലേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഞാൻ ഒന്ന് പോയി ചെയ്യും. അല്ലെങ്കിൽ നീ ഭയങ്കര മടിച്ചല്ലേ? ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് പണി ചെയ്യുന്നേ നീയല്ലേ പറഞ്ഞത്? സത്യം പറ, അവിടെ എന്തെങ്കിലും പണി ചെയ്യോ? ഫുള്ള് അളിയും ചെയ്യുന്നുണ്ടാണല്ലേ? ഒന്ന് പോവാട്ടാ. അല്ല ഞാൻ പോയതിനു ശേഷം ഈ റൂം നീ അടക്കി വാഴാണെന്ന് തോന്നണു. എന്താണ് അവിടെ കിടക്കുന്ന കോലം? അയ്യോ, നീ പോയി പറഞ്ഞിട്ട് ഈ റൂം അടച്ചു പൂട്ടിയിടണ മോളെ. നീ ഉള്ള സമയത്ത് ഞാൻ ആ ചെറിയ റൂമിലാണ് കിടന്നത്. അതാണ് ഒരു കുടിസ് കട്ടിലും.
ഇപ്പൊ എന്തായാലും അടിപൊളി വിശാലം. അങ്ങനെ നീ ഇവിടെ കിടന്ന് സൂഹിക്കണ്ട. നിനക്ക് ആ ചെറിയ റൂമില്ലേ അവിടെ തന്നെ വെക്കോ. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരുമ്പോ എനിക്ക് ഇരിക്കാനുള്ളതാ. ആഹാ, കല്യാണം കഴിഞ്ഞാലേ ഭർത്താവിന്റെ വീടാട്ടാ പെൺകുട്ടികളുടെ വീട്. ഇനി മുതൽ ഇത് എന്റെ റൂമാ. അല്ലെങ്കിൽ നീ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുള്ളൂ, അന്നേരം വേണമെങ്കിൽ മാറത്തരാട്ടാ കേട്ടോ. ഒന്നും പോട്ടാ. അമ്മ 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 ഇവിടെ ഇല്ല പറഞ്ഞില്ല നിന്നോട്. എന്താണ് കുറച്ചു നേരം വേണമെങ്കിൽ കിടന്നോട്ടാ, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരണേ. സൂചി കിടന്നോ. നിനക്ക് അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ നിന്നെ ഇവിടുന്ന് പേക്കപ്പ് ചെയ്ത് ആ ചെറിയ റൂമിലേക്ക് ആക്കുന്നുണ്ട്. ഏട്ടാ, ഇതൊക്കെ നീയാണോ ചെയ്യുന്നത്? നീ പോയതിന് ശേഷേ ഇവിടെ അടിക്കാനും തുടയ്ക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അമ്മ എന്നെയും വിളിക്കാറുണ്ട് മോളെ. ഏകദേശം ഞാൻ പഠിച്ചു വെക്കാം. എന്താ അമ്മയ്ക്ക് വയ്യേ? അമ്മയ്ക്ക് വയ്യായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളെ കൊണ്ട് പണിയെടുത്തിട്ടുണ്ടാ. ഇത് അമ്മ പറയുന്നതേ, കേസ് എനിക്കൊരു കല്യാണം കഴിച്ചൊരു പുതിയ പെൺകുട്ടിയൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴേ അവർക്ക് ബുദ്ധിമുട്ടാകണ്ട പറഞ്ഞിട്ട് എന്നെ ഓരോ പണി പഠിപ്പിക്കുക. അല്ല എത്ര കാലമായിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ലല്ലോ. അവിടെ മാനുവാട്ടിന് അങ്ങനെ തന്നെയാ. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല. നല്ല സ്നേഹം കെയറിങ്ങൊക്കെയാ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. എന്തെങ്കിലും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്താൽ നമുക്കൊരു ആശ്വാസമാവില്ലേ? ഇനിയിപ്പോൾ ആദ്യം തൊട്ട് പഠിപ്പിക്കണം. ഇനിയിപ്പോൾ പഠിപ്പിക്കാൻ പോയാൽ അമ്മായിമ്മ എന്താ പറയാന്നറിയില്ല. മരുമകൾ വന്നിട്ട് മനു മാറ്റിന്നൊക്കെ ആയിരിക്കും. ഒന്നും അറിയില്ല ഏട്ടാ. എന്താ മോളെ, നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നീ ഓക്കെ അല്ലേ? ഓക്കെ ഏട്ടാ. പക്ഷെ എന്തോ ഇവിടുത്തെ പോലെ ഒരു ഇത് അവിടെ കിട്ടുന്നില്ല. എല്ലാവരും നല്ല സ്നേഹവും കെയറിങ്ങൊക്കെയാണ്, നന്നായി സംസാരിക്കലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം വീട് പോലെ എവിടെ ആവില്ലല്ലോ. അതിൻ്റെ ഒരു ഇതുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നീ പോയപ്പോൾ ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് എനിക്ക് വലിയ റൂം കിട്ടിയില്ലേ. പിന്നെ ഞാനും അമ്മയും രണ്ടാളും കൂടി പെട്ടെന്ന് പണിയൊക്കെ ചെയ്ത് കുക്കൊക്കെ ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിൽ പുതിയ പുതിയ എല്ലാ സിനിമയും കാണും. എന്നാലും ഇവിടെ അടിപൊളിയാ. അല്ലെങ്കിലും ഞാൻ പോയതിനു ശേഷം നിങ്ങൾ രണ്ടാളും നല്ല സുഖത്തിലാണെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മാത്രമേ നിങ്ങളുടെ അടുത്ത് സ്നേഹമുള്ളൂ. നിങ്ങൾക്ക് രണ്ടും എൻ്റെ അടുത്ത് ഒരു തരി പോലും സ്നേഹമില്ല. വല്ലാത്ത ആൾക്കാർ തന്നെ. എന്താണ് പിള്ളേരെ രണ്ടും കൂടി തുടങ്ങിയാ? നീ അവിടെ കിടക്കായിരുന്നേടേ, പിന്നെ എന്തിനാ എണീറ്റ് വന്ന്? ഞാനെന്നല്ല നീ ഇവിടെ തന്നെയാ പ്രശ്നം ഉണ്ടാക്കുന്നത്. അമ്മ ചിക്കനും മീനൊക്കെ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്, ഉള്ളിയും കട്ടി വെച്ചിട്ട്. ബാക്കി നിങ്ങൾ എന്താ വെച്ചാൽ ഉണ്ടാക്കിയോ. ഓട്ടെ. ഇതെന്താ ഏട്ടന് പറ്റിയത്? അവൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഈ ആൺകുട്ടികൾ അങ്ങനെ തന്നെയാ. അവർക്ക് സ്നേഹം പുറത്ത് കാണിക്കാനൊന്നും അറിയില്ല. നിന്റെ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴാ അതൊക്കെ മനസ്സിലായത്. എന്ത് കരച്ചിലായിരുന്നു എന്നറിയോ ചെക്കൻ? കണ്ടാ പറയോ? 2-3 ദിവസം ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. കല്യാണത്തിന് മുമ്പ് കണ്ടാ കീരിയും പാമ്പും. പാവം എൻ്റെ മോൻ. അമ്മ മാനുവായിട്ടും വിളിക്കുന്നുണ്ട്. ആ മോള് പോയി സംസാരിക്കേ. അപ്പോഴത്തേക്കേ ഞാൻ ഈ കപ്പ റെഡിയാക്കി തരാം. അമ്മ മാനുവായിട്ടിന്ന് നേരത്തെ ഓഫീസ് കഴിയും. വന്നതും എന്നെ വിളിച്ചിട്ട് പോകുന്നാ പറഞ്ഞത്. ആണോ? വന്ന തിരക്കിലേ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാനും എടുക്കാനൊന്നും പറ്റിയില്ല. ഓരോന്ന് വാങ്ങിക്കാനും ഉണ്ടാക്കാനൊക്കെ നിന്നില്ലേ. എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇരിക്കണം എന്നൊക്കെ ഉണ്ടമ്മ. എന്തായാലും മനോട്ടം വരട്ടെ, ചോദിച്ചിട്ടെ ഞങ്ങൾ ഇരിക്കാം. പിന്നെ എന്തായാലും നാളെയും മറ്റന്നാളും ഏട്ടനും കൂടി ലീവാണല്ലോ. ആ പിന്നെ മോളെ, നീ അവിടെ ഓക്കെ അല്ലേടി? കുഴപ്പമില്ലമ്മ. അല്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. സ്വന്തം വീട്ടിലെ പോലെ ആയിരിക്കില്ലല്ലോ ഭർത്താവിൻ്റെ വീട്ടിൽ. ഇവിടെ എത്ര സ്വാതന്ത്ര്യത്തിൽ കഴിഞ്ഞാലും അവിടെ പോയി കഴിഞ്ഞാൽ അതങ്ങനെയാണ്. ഞാൻ പറയാണ്ട് തന്നെ അമ്മയ്ക്ക് അറിയാലോ. അത് പിന്നെ ആദ്യമായിട്ട് അങ്ങോട്ട് പോയതിൻ്റെ ആയിരിക്കും. ഇപ്പം കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. പോകെ അതങ്ങ് ശരിയാവും. പിന്നെ മോളെ, എന്ത് വിഷമമുണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് ഏട്ടൻ്റെ അടുത്ത് പറയണേ. ഞങ്ങളെപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ അമ്മ, ഏട്ടന് കല്യാണം നോക്കണ്ടേ? ഇതിപ്പോൾ എൻ്റെ കഴിയട്ടെ ഉണ്ടല്ലേ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ എന്താ? നോക്കണം മോളെ. പക്ഷെ നാട്ടിലിപ്പോൾ ഈ കമ്പനിയിലൊന്നും ഇത്ര വലിയ ശമ്പളമൊന്നും ഇല്ലല്ലോ.
പുറത്തൊക്കെ പോയാൽ നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവൻ പറയുന്നുണ്ട്. പക്ഷേ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനൊരു മടി. അതാ കുട്ടി ഇവിടെ തന്നെ ഇരിക്കുന്നത്. എന്നാൽ പിന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൂടെ? അതാകുമ്പോൾ പിന്നെ സാലറി ഒന്നും നോക്കണ്ടല്ലോ. ആ, അവൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. ആ, കപ്പയായിട്ടുണ്ടാവും. നീ ഒന്ന് പോയി ഓഫാക്ക്, ഞാൻ വരണു. ആ, ആക്ച്വലി 2 ദിവസമൊക്കെ എനിക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ട്. പക്ഷെ ഇതുവരെട്ടെ ഞാൻ എൻ്റെ വീട് വിട്ട് നിന്നിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നാലും ഉറക്കം വരുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, അവരോടൊക്കെ പോയിട്ട് യാത്ര പറഞ്ഞിട്ടോ. എനിക്കിവിടെ തീരെ കംഫർട്ട് ആവുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ എന്നാ. ശരി ഏട്ടാ. അമ്മ ഇറങ്ങട്ടെ, പോയിട്ടാ. അന്നൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടപ്പിറപ്പിൻ്റെയും സ്നേഹത്തിൻ്റെ തണലിൽ വാശിയും ദേഷ്യവും ഞാൻ നടന്നു. സ്വന്തം ഇഷ്ടങ്ങൾക്കായിരുന്നു എന്നും മുൻഗണന. പക്ഷെ കല്യാണശേഷം ആ വീടിൻ്റെ പടിയിറങ്ങിയപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, തിരികെ വീട്ടിലെത്തുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്നത് ആ പഴയ സ്വാതന്ത്ര്യത്തെ മാത്രമല്ല, എന്നെ അത്രമേൽ ചേർത്ത് പിടിച്ച ആ സ്നേഹത്തിൻ്റെ ഓരോ നിമിഷങ്ങളെ കൂടിയാണെന്ന്. ഇപ്പോൾ മനസ്സിലാകുന്നു അന്ന് ആ വാശികൾക്കിടയിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവതിയായിരുന്നുവെന്ന്. അതേപോലെ കല്യാണത്തിന് മുമ്പും അതിന് ശേഷവും നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.